യെസ്, കോൺകോഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ബേസിക് ആയിട്ട് കുറച്ച് റൂൾസ് നിങ്ങൾ ഡിസ്കസ് ചെയ്താണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടെ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് പോകാം. യെസ്, നമ്മൾ എന്തൊക്കെയാ ഡിസ്കസ് ചെയ്തെന്ന് നോക്കിയാലോ. കോൺകോഡ് എന്ന് പറഞ്ഞാൽ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് ആണ്. കോൺകോഡ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വാചകത്തിൽ കർത്താവും ക്രിയയും തമ്മിലുള്ള എഗ്രിമെന്റ് ആണ്. അത് കർത്താവ് ഏകവചനാണെങ്കിൽ ക്രിയയും ഏകവചനായിരിക്കണം, കർത്താവ് ബഹുവചനാണെങ്കിൽ ക്രിയയും ബഹുവചനായിരിക്കും. നമ്മൾ പഠിച്ചു കഴിഞ്ഞു, കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത റൂൾ 1 ആൻഡിന്റെ ഉപയോഗമാണ്. ആൻഡ് ഉപയോഗിച്ച് രണ്ട് സെന്റൻസുകൾ യോജിപ്പിച്ചാൽ സംഗതി പ്ലൂറൽ ആയിരിക്കും, അല്ലെ? വെർബ് പ്ലൂറൽ ആയിരിക്കും. രാജു ആൻഡ് റഹീം ആർ. എന്നാൽ അതിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന് എന്താണ്, രണ്ട് നാമങ്ങൾ ഉപയോഗിച്ച് യോജിപ്പിച്ചാണെങ്കിലും ഒരു യൂണിറ്റിനെ കുറിക്കുന്നത് ഒരു ആശയത്തെ സംബന്ധിച്ചതുമാണെങ്കിൽ സിംഗുലർ ആയിരിക്കും. അതായത് ബ്രെഡ് ആൻഡ് ബട്ടർ പോലെ. ഈസ് ഇവിടെ ആൻഡ് ഉണ്ട്, പക്ഷെ അത് പ്ലൂറൽ അല്ല. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. Age and experience brings maturity. The aim and objective of my life is not this. Early to bed and early to rise makes a man healthy, wealthy and wise. കണ്ടോ, ഇത് ഈ ലിസ്റ്റാണ് ആ വാക്കുകൾ. ബ്രെഡ് ആൻഡ് ബട്ടർ, ബ്രെഡ് ആൻഡ് ജാം, ടൈം ആൻഡ് ടൈറ്റ്, ഏജ് ആൻഡ് എക്സ്പീരിയൻസ്, ഓൾ ദ ഗ്ലിറ്റേഴ്സ്, സെം ആൻഡ് സബ്സ്റ്റൻസ്, ഓൾ വർക്ക് ആൻഡ് നോ പ്ലേ, മിൽക്ക് ആൻഡ് ബട്ടർ. പെൻ ആൻഡ് ഇങ്ക്, ഹോഴ്സ് ആൻഡ് കാരേജ്, ബുള്ളക്ക് ആൻഡ് കാർട്ട്, റൈസ് ആൻഡ് കറി ആൻഡ് thread and needle, cup and saucer and rise and fall. ഓക്കെ, അതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്താണ്. പിന്നെ രണ്ട് നാമങ്ങൾ ഒരു വ്യക്തിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നതെങ്കിലും ക്രിയ സിംഗുലർ ആയിരിക്കും. ദ പോയറ്റ് ആൻഡ് ഡ്രമാറ്റിസ്റ്റ്, അല്ലെ? ആൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് രണ്ടും ഒരാളാണ്, അതുകൊണ്ട് സിംഗുലർ. അതേസമയം ഈ പറഞ്ഞ ആർട്ടിക്കിൾ ആയിട്ടുള്ള ദായോ അല്ലെങ്കിൽ പ്രോനൗണുകളായ അല്ലെ പൊസസീവ് പ്രോനൗൺസ് ആയിട്ടുള്ള മൈ, ഹിസ്, ഹെർ പോലെയുള്ളത് രണ്ട് ഭാഗത്തും വന്നാൽ അത് പ്ലൂറലായിരിക്കും. നമ്മൾ കുറെ എക്സാമ്പിൾസ് ചെയ്താണ്. ദ പ്ലേ റൈറ്റർ ആൻഡ് ഡയറക്ടർ, ഇത് രണ്ടും ഒരാളാണ്, അല്ലെ? പിന്നെ ദ പ്രിൻസിപ്പാൾ ആൻഡ് മാനേജർ, രണ്ടും ഒരാളാണ്, ഈ സബ്സ്റ്റിറ്റ്യൂട്ട്. പക്ഷെ ദ പ്രിൻസിപ്പാൾ, ദ ക്ലാസ് ടീച്ചർ എന്നിങ്ങനെ പറയുമ്പോഴോ അത് പ്ലൂറലായിരിക്കും. ഇത് നമ്മൾ പഠിച്ചല്ലേ? പഠിച്ചാണ്. ഓക്കെ, ഇനി റൂൾ നമ്പർ 2 നമ്മൾ പഠിച്ചു. എനിവൺ, എനിബഡി, നോ വൺ, നോബഡി, എവ്രിവൺ, എവ്രിബഡി, സംവൺ, സംബഡി, എനിത്തിങ്, നത്തിങ്, സംതിങ്, എവരിതിങ്. അതായത് കുറെ തിങ്സ്, വൺസ് ആൻഡ് ബഡീസ്. ഈ വാക്കുകൾ എപ്പോഴും സിംഗുലർ ആയിരിക്കും. അത് നമ്മൾ പഠിച്ചാണ്, അല്ലെ? എവ്രിബഡി ലൈക്സ് ഐസ്ക്രീം, ബഡി ഉണ്ട്, ലൈക്സ്. സംബഡി ഹാസ്, സംവൺ ഈസ്, നോബഡി ഈസ്. റൂൾ നമ്പർ 3 നമ്മൾ പഠിച്ചല്ലേ? ജെറണ്ടിലോ 2+ വെർബിലോ ആരംഭിച്ച സെന്റൻസുകൾ സിംഗുലർ ആയിരിക്കും, അല്ലെ? ലാഫിംഗ് ജെറണ്ടാണ്, ഈസ്. റണ്ണിങ് ഈസ്. ടു പ്ലേ വിത്ത് എക്സ്പ്ലോസീവ് ഈസ്. റീഡിംഗ് ബുക്സ് ഈസ് മൈ ഫേവറേറ്റ് പാസ്റ്റ് ടൈം. റൂൾ നമ്പർ 4 നമ്മൾ പഠിച്ചാണല്ലോ, പഠിച്ചില്ലേ? ഏത് റൂൾ വരെ നമ്മൾ പഠിച്ചേ ഒന്ന് പറയാം ആരെങ്കിലും? കഴിഞ്ഞ ദിവസം റൂൾ നമ്പർ 4, വൺ ഓഫ്, വൺ ആൻഡ് ഹാഫ്, എവറി വൺ ഓഫ്, ഈച്ച് ഓഫ്, എയ്തർ ഓഫ്, നെയ്തർ ഓഫ്, ദ നമ്പർ ഓഫ്, ഇങ്ങനെ ഫു സൗണ്ടിൽ അവസാനിക്കുന്നത്. എന്നാലും പ്ലൂറൽ നൗണും സിംഗുലർ വെർബും ആയിരിക്കും. നോട്ട് ദ പോയിന്റ്, സിംഗുലർ വെർബ് പക്ഷെ പ്ലൂറൽ നൗൺ. സുജി, താങ്ക് യു. 6th റൂൾ വരെ പഠിച്ചു, അല്ലേ? ഗുഡ്. അത് കഴിഞ്ഞ് നമ്മൾ 5th വന്നു. 5th എന്ന് പറയുന്നത് വൺ ഓഫ് ഉപയോഗിക്കുമ്പോൾ തന്നെ അതിനകത്ത് ഹൂ, ദാറ്റ് ഉണ്ടെങ്കിൽ അത് പ്ലൂറൽ ആയിരിക്കും. ഒരു അഡ്വാൻസ്ഡ് പോയിന്റ് അഡീഷണൽ ആയിട്ട് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ് കാണാത്തൊരു കാണണം, റെക്കോർഡഡ് അവൈലബിൾ ആണ്. 6th, ഇതാണ് അവസാനം നമ്മൾ ഡിസ്കസ് ചെയ്ത റൂള്. ഡിസ്റ്റൻസ്, ടൈം, എമൗണ്ട് ഓഫ് മണി, ക്വാണ്ടിറ്റി, മെഷർമെന്റ്, പീരീഡ് ഓഫ് ടൈം ഒക്കെ എപ്പോഴും സിംഗുലർ ആയിരിക്കും. 5 കിലോമീറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞാലും വെർബ് സിംഗുലർ ആയിരിക്കും. ഈസ്. 6 feet, 6 അടി ഉണ്ട്, 6 എണ്ണം ഉണ്ട്, പക്ഷെ സിംഗുലർ ആണ്, കാരണം അത് അളവാ പറയുന്നത്, അല്ലെ? 10 kilos ഓഫ് ചിക്കൻ ഈസ്, അല്ല, തൂക്കം, മെഷർമെന്റ് ഒക്കെ പറയുമ്പോൾ സിംഗുലർ ആണ്. 1000 rupees, മണി, എമൗണ്ട് ഒക്കെ പറയുമ്പോൾ അല്ലെ? ഈസ്. 4 years ഈസ്. എ ലോട്ട് ഓഫ്, ഇത് അളവാ പറയുന്നത്. എ ലോട്ട് ഓഫ് വാട്ടർ ഹാസ്. എ ലോട്ട് ഓഫ് മണി ഹാസ്. 30 miles ഈസ്. സം ഓഫ് ദിസ് മണി ഈസ്. പൈസയെ കുറിച്ച് പറയുന്നത്, മണിയെ കുറിച്ച് പറയുമ്പോഴൊക്കെ സിംഗുലർ ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തേ. 20 rupees ഡാഷ് നോട്ട് എ ലാർജ് സം. ഒന്ന് ആൻസർ ചെയ്തേ.
Question number 18. And the answer type here. Good. Is അല്ലേ? അടുത്തത് 2 kilos of potatoes dash nothing to carry. Potatoes, 2 kilos of potatoes എന്ന് പറഞ്ഞാൽ അളവിനെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ഓപ്ഷൻ ഡി ഇസ്. ഇനി നമ്മൾ 7ാമത്തെ റൂളിലേക്ക് വരികയാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ശരിക്കും ഇവിടെ തുടങ്ങുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് റൂൾ നമ്പർ 7. ആസ് വെൽ ആസ് മച്ച് ആസ്, ശ്രദ്ധിക്കണേ, വിത്ത്, എലോങ് വിത്ത്, ടുഗെദർ വിത്ത്. ഇത്രയും വെരി ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും. ആസ് വെൽ ആസ് മച്ച് ആസ്, വിത്ത്, എലോങ് വിത്ത്, ടുഗെദർ വിത്ത്. കൂടാതെ besides, in addition to, in the company of, accompanied by, followed by, alongside, and rather than, like, unlike, but, except, including, and not, excluding and not. ഈ പറയുന്ന വാക്കുകൾ ഏത് വന്നാലും ആദ്യത്തെ നാമം അനുസരിച്ച്, ശ്രദ്ധിക്കുക, ആദ്യത്തെ നാമം അനുസരിച്ച് വെർബ് എഴുതണം. നോക്കിയേ, ദ ചീഫ് മിനിസ്റ്റർ, ആസ് വെൽ ആസ് ഉണ്ട്, 2 other ministers എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് ആദ്യത്തേതാണ്. ആസ് വെൽ ആസ് വന്നതുകൊണ്ട് അല്ലേ, ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ് ഒക്കെ വന്ന ആദ്യത്തേത് വേണം എന്ത് ചെയ്യാൻ, പരിഗണിക്കാൻ. ആദ്യത്തെ നൗൺ 2 other ministers is visiting അല്ലേ, അതുകൊണ്ട് നമ്മളിവിടെ ഇസ് ഉപയോഗിച്ചു. ദ സ്റ്റുഡൻസ് ആസ് വെൽ ആസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ സബ്ജക്റ്റ് സ്റ്റുഡൻസ് മതി, ടീച്ചർ വേണ്ട, അതുകൊണ്ട് സ്റ്റുഡൻസ് പ്ലൂറലാണ്. ഹാവ് entered the classroom. മെർഷിൻ എലോങ് വിത്ത് വന്നതുകൊണ്ട് ഹർ ഫ്രണ്ട്സിന് നമുക്ക് വേണ്ട, മെർഷിൻ ഈസ് അല്ലെ, സിംഗിളാണ്. പ്രിപ്പയറിംഗ് ഫോർ എക്സാം. ഇതിന്റെ നോട്ട് ആപ്പിൽ ക്ലാസിന്റെ തൊട്ട് താഴെ തന്നെ നോട്ട് ഉണ്ടല്ലോ സൂര്യ, കഴിഞ്ഞ ക്ലാസ് ഒക്കെ നോക്കി. അപ്പൊ നോക്കിയേ, 7ാമത്തെ റൂൾ എന്താ, ആസ് വെൽ ആസ് മച്ച് ആസ്, വിത്ത്, എലോങ് വിത്ത്, ടുഗെദർ വിത്ത്. ഈ വിത്തുകൾ ശ്രദ്ധിക്കുക. with, along with, together with, along with, together with. ഒന്ന് പാട്ട് പോലെ പാടി പഠിക്കുക. ആസ് വെൽ ആസ് മച്ച് ആസ്, വിത്ത്, along with, together with. ഇതിൽ ഏത് വന്നാലും ആദ്യത്തെ സബ്ജക്റ്റ് പരിഗണിക്കണം. ചിലപ്പോൾ ഇതിലേതെങ്കിലും വരാം, സാധ്യത കുറവാണ്, കൂടുതലും വരാറുള്ളത് ആസ് വെൽ ആസ് മച്ച് ആസ്, വിത്ത്, along with, together with ആണ്. ആസ് വെൽ ആസ് മച്ച് ആസ്, വിത്ത്, along with, together with. മറക്കോ? മറക്കാൻ പാടില്ല. മറക്കോ സൂര്യ? മറക്കാൻ പാടില്ല. ഓക്കെ, ദീപ സിറ്റി മറക്കരുത്. ആസ് വെൽ ആസ് മച്ച് ആസ്, വിത്ത്, along with, together with വന്നാൽ ഫസ്റ്റ് സബ്ജക്റ്റ് പരിഗണിക്കണം. പിന്നെ കൂടാതെ ഈ വാക്കുകളും ബിസൈഡ്സ്, ഇൻ അഡിഷൻ ടു, ഇൻ ദ കമ്പനി ഓഫ്, accompanied by, followed by, alongside, rather than, like, unlike, but, except, including, എക്സ്ക്ലൂഡിങ് ആൻഡ് നോട്ട്. ചിലപ്പോൾ ഇതിലേതിലൊക്കെ വന്നേക്കാം, വളരെ റയറായി വരും. ഇതാണ് 90% വരിക. നമുക്ക് ചോദ്യം നോക്കാം. കുറച്ച് എക്സാമ്പിൾസ് നോക്കിയേ. രേണുക വിത്ത് ഉണ്ട്, അതുകൊണ്ട് ഹർ ബ്രദേഴ്സ് വേണ്ട, രേണുകേനെ എടുത്താൽ മതി, രേണുക സിംഗുലർ ഈസ്. അനി അക്കമ്പനീഡ് വിത്ത് ഹർ സൺസ് വേണ്ട, അനി. അർജുൻ ഇൻക്ലൂഡിങ് ഉള്ളത് കൊണ്ട് ഹിസ് ഫ്രണ്ട്സ് വേണ്ട, അർജുൻ. അതുകൊണ്ട് ഇവിടെ ബാസ് അല്ലെ, നമുക്ക് സിംഗുലറാ. ഐ ആൻഡ് നോട്ട് ബ്രദേഴ്സ്, ഐക്ക് കണക്കാക്കിയിട്ട്. എന്തിനാ ഐ പരിഗണിച്ച ബ്രദേഴ്സ് ഒഴിവാക്കിയത്? ആൻഡ് നോട്ട് വന്നപ്പോൾ ആദ്യത്തെ സബ്ജക്റ്റ് പരിഗണിച്ചു. ദ ലിറ്റിൽ കിഡ്സ് അലോങ് സൈഡ് വന്നപ്പോൾ ദയർ പാരന്റ്സ് വേണ്ട, ദ ലിറ്റിൽ കിഡ്സ് അത് പ്ലൂറലാണ്, അതുകൊണ്ട് ആർ ഹിയർ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഇപ്പൊ തന്നെ ചോദിക്കാം. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചോദിക്കാം.
ഈ ചോദ്യത്തിന്റെ ഉത്തരം 20ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നോക്കിട്ടെ. ക്വസ്റ്റ്യൻ നമ്പർ 20 ആൻസർ ചെയ്ത് നോട്ടെ. മേരി രശ്മി ഒന്ന് സ്റ്റേജിലേക്ക് വാ. മേരി, മേരി രശ്മി കേൾക്കുന്നുണ്ടോ? സർ കേൾക്കാമോ? ആ കേൾക്കുന്നുണ്ട്. വെരി ഗുഡ്. നല്ല ക്ലാരിറ്റി ഉണ്ടല്ലോ ശബ്ദം. ഓക്കെ. മേരി രശ്മി എവിടെയാ സ്ഥലം? എന്റേത് കൊല്ലം. കൊല്ലത്തുകാരിയാണ്, അപ്പൊ പേടിക്കണം അല്ലേ? ഓക്കെ. അപ്പോ ദ ഗേൾസ് ആസ് വെൽ ആസ് ദ ടീച്ചർ ഡാഷ് ലെഫ്റ്റ്. ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ? ദ ടീച്ചർ വാസ് ആണോ സർ? എന്തുകൊണ്ടാണ് വാസിലേക്ക് വന്നത്? വൈ? സോറി സർ, വാസ് അല്ല, ഹാവ് ആണോ സർ? ഹാവ് ആണോ? ഗേൾസ് വന്നേക്കുന്നു, അപ്പൊ പ്ലൂറൽ ആയതുകൊണ്ട്. അതായത് ഇവിടുത്തെ റൂൾ എന്താ? ആസ് വെൽ ആസ് വന്നു കഴിഞ്ഞാൽ അതിന്റെ ആദ്യത്തെ സബ്ജക്ട് എന്താണോ അതനുസരിച്ചായിരിക്കും. ആസ് വെൽ ആസ് വരുമ്പോ ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ് അല്ലേ? ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ്, വിത്ത്, അലോങ് വിത്ത്, ടുഗദർ വിത്ത്. ഏതൊക്കെ? As well as, as much as, with, along with, together with. ഈ പറയുന്ന വാക്കുകൾ വന്നാൽ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ആദ്യത്തെ സബ്ജക്ട്, ഫസ്റ്റ് സബ്ജക്ട് പരിഗണിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് ദയർ ടീച്ചർ വേണ്ട, അത് സിംഗുലറാ. പകരം ദ ഗേൾസ് പ്ലൂറൽ ആണ്. അപ്പൊ പ്ലൂറൽ ആയതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഇതെല്ലാം സിംഗുലർ ആയിരിക്കുന്ന വാസ്, ഇസ്, ഹാസ് ഒക്കെ. അപ്പൊ ഓപ്ഷൻ ബിയിലേക്ക് നമ്മൾ വരുന്നു കേട്ടോ. ആദ്യം ഇസ വാസ് എന്താ പറഞ്ഞു, ഹാസ് പറഞ്ഞു. അങ്ങനെ ചെയ്യരുതിട്ടോ. പരീക്ഷയ്ക്ക് എഴുതുമ്പോ കൃത്യമായി ശ്രദ്ധിക്കണം, അബദ്ധം കാണിക്കരുത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറഞ്ഞു രേഷ്മ. അല്ല, മേരി. ശരിക്കും പേര് മേരി രേഷ്മ തന്നെയല്ലേ? അതെ സർ, അതെ. ഓക്കെ, പറഞ്ഞോ. The house with its contents. ഇവിടുത്തെ റൂൾ സിംഗുലർ ആയതുകൊണ്ട്, വിത്ത് വന്നതുകൊണ്ട്, ആദ്യത്തെ സബ്ജക്ട് സിംഗുലർ ആയതുകൊണ്ട്, വിത്ത് വന്നതുകൊണ്ട് ഫസ്റ്റ് സബ്ജക്ട് പരിഗണിക്കണം. അപ്പൊ നമുക്ക് സിംഗുലർ ആയിരിക്കും എന്തായാലും ഉത്തരം അല്ലെ? ദ ഹൗസ് സിംഗുലർ ആണ്. നൺ ഓഫ് ദിസ് നമുക്ക് കളഞ്ഞിട്ട് ഇവിടെ എത്ര സിംഗുലർ ഉണ്ട്? ഇത് ഒരെണ്ണേ ഉള്ളൂ. വളരെ ഈസി അല്ലേ? ഓക്കെ. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞ മേരി. 22. The minister along with his bodyguards. മിനിസ്റ്റർ ആണ് സർ ആദ്യത്തെ. അപ്പൊ along with വന്നതുകൊണ്ട് വാസ് സിംഗുലർ ആണ്. along with വന്നതുകൊണ്ട് ആദ്യത്തെ സബ്ജക്ട് പരിഗണിക്കണം, രണ്ടാമത്തെ നമുക്ക് വേണ്ട. ഹിസ് ബോഡിഗാർഡ്സ് വേണ്ട. ദ മിനിസ്റ്റർ എത്ര ആളുണ്ട്? ദ മിനിസ്റ്റർ സിംഗുലർ ആണ് സർ, ഒരാള്. അപ്പൊ അത് സിംഗുലർ, ഒരാള്. അപ്പൊ ബാക്കി പ്ലൂറൽ ആയിട്ടുള്ള ആറ്, വേറ്, ഹാവ് ഒക്കെ വെട്ടിക്കളയുന്നു. ഓപ്ഷൻ എ ആണ് ശരി അല്ലേ? Was. അതെ സർ. The ministers along with his bodyguards was killed in the riot. Okay, thank you. Thanks a lot, Mary. Okay. Thank you, sir. അപ്പൊ ഇവിടെ ആ റൂള് നിങ്ങൾ പഠിച്ചു. ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ്, വിത്ത്, അലോങ് വിത്ത്, ടുഗദർ വിത്ത്. പിന്നെ ബിസൈഡ്സ്, ഇൻ അഡിഷൻ ടു, ഇൻ ദ കമ്പനി ഓഫും ഒക്കെ ഉണ്ട്. പ്രധാനപ്പെട്ടത് ഇതാണ്, ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ്, വിത്ത്, അലോങ് വിത്ത്, ടുഗദർ വിത്ത്. അത് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സബ്ജക്ട് പരിഗണിക്കണം. എന്നാൽ റൂൾ നമ്പർ 8 നമ്മൾ വരികയാണ്. റൂൾ നമ്പർ 8 പ്രത്യേകത ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഇതിന് വേണമെങ്കിൽ നമ്മൾ ട്രയാങ്കിൾ എന്നോ അല്ലെങ്കിൽ ഇത് പിരമിഡ് രൂപത്തിലും എഴുതാൻ പറ്റും. പിരമിഡ് എന്നോ നമ്മൾ പറയും. ഓർ, എയ്തർ, ഓർ, നെയ്തർ, നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ. ഇവിടെ പ്രത്യേകത, ഇതിൽ ഏതെങ്കിലും വന്നാൽ രണ്ടാമത്തെ നാമം, നേരത്തെ നമ്മൾ ഒന്നാമത്തെ അല്ലേ, രണ്ടാമത്തെ സബ്ജക്റ്റിനനുസരിച്ച് വേണം ആൻസർ എഴുതാൻ. നേരത്തെ പറഞ്ഞതിന്റെ നേരെ വിപരീതം. നെയ്തർ ജോൺ നോർ ഹിസ് ബ്രദേഴ്സ്. അപ്പൊ നോക്കിയാൽ നെയ്തർ നോർ ഉണ്ട്, അതിൽ ജോൺ ആണ് ഇതിൽ ഒന്നാമത്തേത്.
ഹിസ് ബ്രദേഴ്സ് ആണ് ഇവിടെ രണ്ടാമത്തെ സബ്ജക്റ്റ്. നമുക്ക് ആര് മതി? രണ്ട് മതി. ഹിസ് ബ്രദേഴ്സ് ആർ ഹാർഡ് വർക്കിംഗ്. നെയ്തർ ദ ചെയർമാൻ ഉണ്ട് ഇവിടെ ഒന്നാമത്തെ ആള്. ദ മെമ്പേഴ്സ് അല്ലെ, നോട്ട് ദ മെമ്പേഴ്സ് രണ്ടുണ്ട്. അപ്പൊ നമുക്ക് മെമ്പേഴ്സ് മതി. അതുകൊണ്ട് ഇവിടെ പ്ലൂറല് മെമ്പേഴ്സ് ഹാവ് കം. സൂര്യയുടെ ക്യാമറ ഒന്ന് ഓണാക്കിയ സൂര്യ. Either he or his friends are responsible for this. അല്ല സൂര്യന്റെ ക്യാമറ അല്ല, സൂര്യയുടെ മൈക്ക്. സൂര്യഭായ ഓക്കെ, നമ്മൾ എരുമ ശിഷ്യ റസീനെ വിളിച്ചാൽ നമുക്ക്. സൂര്യ. ഹലോ സർ. കേൾക്കുന്നുണ്ടോ? ഓ കേൾക്കുന്നുണ്ട്. സൂര്യ എവിടെയാ സ്ഥലം? കോഴിക്കോട്. കോഴിക്കോട്ടുകാരിയാ? ശരി. അതെ. Either he or his friends. ഇവിടെ എന്തുകൊണ്ടാണ് ആർ ഉപയോഗിച്ചത്? ഓർ വരുവാണെങ്കിൽ നമ്മൾ സെക്കൻഡ് സബ്ജക്റ്റ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പൊ സെക്കൻഡ് വരുന്നത് ഹിസ് ഫ്രണ്ട്സ്. സോറി, എയ്തർ ഓർ വരുവാണെങ്കിൽ എയ്തർ ഓർ വന്നാൽ സെക്കൻഡ് സബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യണം. സബ്ജക്റ്റ് ഏതാ? ഫസ്റ്റ് സബ്ജക്റ്റ് ഹി. ഇതിൽ സെക്കൻഡ് സബ്ജക്റ്റ് ഹിസ് ഫ്രണ്ട്സ്. അത് പ്ലൂറലാണ്, അതുകൊണ്ട് ആർ ഉപയോഗിച്ചു അല്ലേ? യെസ്. ഓക്കെ. ഈ അവസാനത്തത് നോട്ട് ഓൺലി യു ബട്ട് ഓൾസോ ഐ ആം പ്ലാനിങ്. ഇവിടെ എന്തിനാ ഈ ആം ഉപയോഗിച്ച? ഐ ആം പ്ലാനിങ് ടു ഗോ. അവിടെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ വരുമ്പോൾ നമ്മൾ സെക്കൻഡ് സബ്ജക്റ്റിനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. സെക്കൻഡ് സബ്ജക്റ്റിനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്. സെക്കൻഡ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഐ ആണ്. ഐന്റെ കൂടെ ആം യൂസ് ചെയ്യും. ഐന്റെ കൂടെ ഐ ആം എന്നാണ് പറയുക അല്ലേ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് സബ്ജക്ട് പരിഗണിക്കേണ്ട കുറച്ച് വാക്കുണ്ടല്ലോ, അത് ഏതൊക്കെയാ? as well as, as much as, with, along with, together with, besides, accompanied by. വെരി ഗുഡ്, വെരി ഗുഡ്. അത്രയും മതി. ആസ് വെൽ ആസ്, ആസ് മച്ച് ആസ്, വിത്ത്, അലോങ് വിത്ത്, ടുഗദർ വിത്ത്. LPP അല്ലേ, അപ്പൊ അതേ ചോദിക്കാൻ സാധ്യത കാണുന്നുള്ളൂ. മറ്റൊന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ. സൂര്യ പോവല്ലേ, അവിടെ നിൽക്കണേ. കോഴിക്കോട് മഴയുണ്ടോ സൂര്യ? ഇതുവരെ പെയ്തില്ല. ഇല്ല? അയ്യോ, നിങ്ങൾ ഇങ്ങോട്ട് ചുരം കരിങ്ങ് പോര് വയനാട്ടിലേക്ക് കേട്ടോ, അവിടെ നല്ല മഴയൊക്കെ ഉണ്ട്. ഓക്കെ. 23ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരങ്ങ് പറഞ്ഞോ. ശരിക്കും ചോദ്യം വായിച്ചിട്ട്. സിയാ? എന്തുകൊണ്ടാണ് സി എന്ന് കൂടെ പറയണം? അവിടെ സെക്കൻഡ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഹിസ് ബ്രദേഴ്സ് ആണ്. നെയ്തർ നോർ ഉണ്ട് അല്ലേ? അപ്പൊ ഇതിൽ ആദ്യത്തെ സബ്ജക്റ്റ് ദ ബോയ്. ദ ബോയ്. അത് നമുക്ക് വേണോ? വേണ്ട. വേണ്ട. ആരെ വേണ്ടത്? ഹിസ് ബ്രദേഴ്സ്. ഹിസ് ബ്രദേഴ്സ്. ഇതാണ് ഇതിലെ സെക്കൻഡ് സബ്ജക്ട്. ഹിസ് ബ്രദേഴ്സ് പ്ലൂറൽ ആണ്. അപ്പോ ഇവിടെ ഇസ് സിംഗുലർ ആണ്, ഹാസ് സിംഗുലർ ആണ്, പിന്നെ ഹാവ് ഉണ്ട്, ആറ്, രണ്ട് പ്ലൂറലാ. ഹാവ് അവിടെ സൂട്ടബിൾ അല്ല. ഇവിടെ ഒരു വെർബിന്റെ V3 ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഹാവ് ഉപയോഗിക്കായിരുന്നു. പക്ഷെ ഇവിടെ ഹാവ് പറ്റില്ല. ഇവിടെ ആർ ഹാപ്പി എന്നാ പറയാ. ഇസ് ഹാപ്പി, ആർ ഹാപ്പി എന്നാ പറയാ. ഓക്കെ. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞേ. 24. ബാക്കിയുള്ളവർ കമന്റ് വഴി ആൻസർ ചെയ്യണം കേട്ടോ. ബി ആണോ? ഡിയാ? ഓക്കെ. ഡി ആണെന്നാണ് സൂര്യ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ അഭിപ്രായം തന്നെയാണോ? ദീപ CT പറയുന്നു. വേറെ ആർക്കൊരു എതിരഭിപ്രായം ഉണ്ടോ സൂര്യ പറഞ്ഞതിനോട്? ദീപ പറയുന്നത്, മേരി പറയുന്നു ആം. അനു കേറെ ഏതാനു? ആമ തന്നെയാണ്. എന്തുകൊണ്ട് അതിന്റെ വിശദീകരണം പറയോ സൂര്യ? സൂര്യ കേൾക്കുന്നില്ല? കേൾക്കുന്നുണ്ട് സർ. ഇനി പറ, എന്താ അതിന്റെ വിശദീകരണം? എന്താ? അതിന്റെ കൂടെ വോസും വരും, ആമും വരും. പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് അപ്പുവായ ഈ ഒന്നാമത്തത് പരിഗണിക്കാതിരുന്നത്?
അത് അവിടെ either or വന്നത് കൊണ്ട് ഫസ്റ്റ് സബ്ജക്ട് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ സൂട്ടബിൾ ഐന്റെ കൂടെ ആമാണ് അല്ലെ, ഐ ആം, ഐ വാസ് എന്നൊക്കെയാണ് പറയാറുള്ളത് അല്ലെ. അങ്ങനെയല്ലേ സബിന ഷമീറെ? യെസ്, ഓക്കെ, താങ്ക് യു സൂര്യ, താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. ഇനി നമ്മൾ റൂം നമ്പർ 9 പോവാണ്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു റൂളാണ്, വലിയ റിസ്ക് ഒന്നുമില്ല, ചിലപ്പോ അങ്ങനെ അത്ര ഇമ്പോർട്ടൻറ്റും അല്ല. ബോത്ത് ആൻഡിന്റെ ഉപയോഗമാണ്. ബോത്ത് ആൻഡ് റിഫേഴ്സ് ടു ടു തിങ്സ് ഓഫ് പീപ്പിൾ ടുഗെദർ. നമ്മൾ രണ്ട് കാര്യങ്ങളെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബോത്ത് ആൻഡ് യൂസ് ചെയ്യാറുള്ളത്. ബോത്ത് ആൻഡ് ആർ ഡിഫറെന്റ് verb become plural. When subjects are different, verb becomes plural. അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി പോയാൽ മതി. നോക്കിയേ, ബോത്ത് ആലിസ് ആൻഡ് സൂസൻ, ഇത് ഒന്നാമത്തെ സബ്ജക്റ്റ്, ഇത് രണ്ടാമത്തെ സബ്ജക്റ്റ്, പ്ലൂറലാണ്. കാരണം ബോത്ത് ആൻഡ് വെച്ച് രണ്ട് സബ്ജക്റ്റുകളെയാണ് യോജിപ്പിക്കുന്നത്. ബോത്ത് സച്ചിൻ അല്ലേ, അപ്പൊ സച്ചിൻ ഒരാള്, ധോണി ഒരാൾ, ആർ. ബോത്ത് ദ മൂവി ആൻഡ് ദ സർക്കസ് വേർ. ഗുഡ്. അപ്പൊ ബോത്ത് ആൻഡ് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബോത്ത് ആൻഡ് വെച്ച് കൂട്ടിയാൽ രണ്ടും പ്ലൂറൽ ആവുക ചെയ്യുന്നത്. ബോത്ത് യു ആൻഡ് ഐ ആർ, ബോത്ത് ദേ ആൻഡ് വി ആർ റിച്ച്. അപ്പൊ ബോത്ത് ആൻഡ് വെച്ച് രണ്ട് സബ്ജക്റ്റുകളെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ആ വെർബ് പ്ലൂറൽ ആയിരിക്കും. എന്നാൽ വെൻ സബ്ജക്റ്റ് ഈസ് സെയിം, ഒരേ സബ്ജക്റ്റ് ആണ് ആണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. ഓക്കെ, റാം ഈസ് ബോത്ത് എ ടീച്ചർ ആൻഡ് എ പോയറ്റ്. അവിടെ ഇവിടെ ബോത്ത് ആൻഡ് ഉണ്ട്, കാരണം ബോത്ത് ആൻഡ് ഉണ്ട്, പക്ഷെ നമ്മൾ ഈസ് ആണ്, കാരണം എന്താ, സബ്ജക്റ്റ് ഒന്നാണ്. രാധ ഈസ് ബോത്ത് ആൻഡ്. ഐ ആം ബോത്ത് റൈറ്റർ ആൻഡ് ടീച്ചർ. He works both quickly and carefully. He is both smart and nice. അപ്പൊ ശ്രദ്ധിക്കണം, ബോത്ത് ആൻഡ് കണ്ടാൽ പ്ലൂറൽ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. ബോത്ത് ആൻഡ് എന്തിനാ യോജിപ്പിച്ചത് എന്നുള്ളതനുസരിച്ചാണ് ആൻസർ എഴുതേണ്ടത്. മനസ്സിലായോ സബിന? ഈ പോയിന്റ് മനസ്സിലായോ? റസീന മനസ്സിലായോ? ഒന്ന് അക്സെപ്റ്റ് ചെയ്യേ, സ്റ്റേജിലേക്ക് വേണം ചോദിച്ചോട്ടെ, മനസ്സിലായോ എന്ന്. ലിൻസി ഒന്ന് സ്റ്റേജിലേക്ക് വാ, നോക്കട്ടെ, ചോദിച്ചോട്ടെ ഈ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ എന്ന്. റൂൾ നമ്പർ 9 ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ലിൻസിനെ കാണുന്നില്ല. നമ്മുടെ രേഖ ഒന്ന് വരൂ. രേഖ, റൂൾ നമ്പർ 9 ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റൂൾ നമ്പർ 9 പറയുന്നു, ബോത്ത് ആൻഡ് ഉപയോഗിച്ച് രണ്ട് സബ്ജക്റ്റുകളെ യോജിപ്പിച്ചാൽ വെർബ് പ്ലൂറലാണ്. എന്നാൽ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ, സബ്ജക്റ്റ് ഒന്നേ ഉള്ളൂ എങ്കിൽ, ബോത്ത് ആൻഡ് ഉണ്ടെങ്കിലും വെർബ് സിംഗുലർ ആയിരിക്കും. സബിന ഷമീറെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തേ. അശ്വതി അശ്വനെ സ്റ്റേജിലേക്ക് വരാൻ പറ്റിയെങ്കിൽ ഒന്ന് വാ. വെരി ഗുഡ്. അശ്വതി അശ്വതിയോടാ ചോദ്യം. അശ്വതിന്റെ ശബ്ദം കേൾക്കുന്നില്ല. 25ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താ? ബാക്കി എല്ലാവരും കമന്റ് ആയിട്ട് ഇടുക. അശ്വതി പറയാം. ഹലോ, പറയൂ അശ്വതി, ഒന്ന് വായിച്ചിട്ട് ഉത്തരം പറ. both Mr. Anand and his wife are teachers. ഇത് 2012 ഒരു ഫോറസ്റ്റ് പരീക്ഷയുടെ ചോദ്യമാണ്. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് 6 വന്നത്? രണ്ട് സബ്ജക്റ്റ് അല്ലേ ഇല്ലേ? ആനന്ദ് ആൻഡ് ഹിസ് വൈഫ് അല്ലെ, രണ്ട് ആൾക്കാരാണ് അല്ലെ. ഓക്കെ, ബോത്ത് മിസ്റ്റർ ആനന്ദ് ആൻഡ് ഹിസ് വൈഫ് രണ്ട് പേരാണ്, പ്ലൂറലാണ്. ഓക്കെ, ഗുഡ്. അടുത്ത ക്വസ്റ്റ്യനെ,
ലുലു ഡാഷ് ബോത്ത് കപ്പ് കേക്ക്സ് ആൻഡ് മഫിൻസ്. ഇവിടെ ബോത്ത് ആൻഡ് വന്നിട്ടുണ്ട്. അപ്പൊ ഏതാ ഉത്തരം? Likes. ഏതാ? Likes. ലൈക്സ് ആണെന്നാണ് പറയുന്നത്. അശ്വതി, നിങ്ങൾക്ക് ആർക്കെങ്കിലും വേറെ അഭിപ്രായം ഉണ്ടോ? ഇല്ല. ബാക്കി എല്ലാവരും പറയുന്നതും ബി ആണ്. എന്തുകൊണ്ടാണ് അശ്വതി ഓപ്ഷൻ ബി ശരിയായത്? അത് ഒന്നിനല്ലേ കാണിക്കുന്നത്? ഇതിൽ സബ്ജക്റ്റ് ഒന്നേ ഉള്ളൂ അല്ലേ? ബോത്ത് കപ്പ് കേക്ക്സ് ആൻഡ് മഫിൻസ് ഒക്കെ ഉണ്ടാവാം, പക്ഷെ സബ്ജക്റ്റ് ഒന്നേ ഉള്ളൂ. അതാണ് ഇവിടെ പഠിക്കാനുള്ളത് അല്ലേ? ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. താങ്ക്സ് സർ. യെസ്. അപ്പൊ ഇന്ന് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോണേ. റൂൾ നമ്പർ 10. കുറെ വാക്കുകൾ നോക്കിയോ. ട്രൗസേഴ്സ്, പാൻസ്, ജീൻസ്, പൈജാമ, സ്പെക്ടക്കിൾസ്, ഗോഗിൾസ്, സിസേഴ്സ്, ഷിയേഴ്സ്, കോമ്പസസ്, ബൈനോക്കുലേഴ്സ്, സ്കെയിൽസ്, നിക്കേഴ്സ്, ടോങ്സ്, പ്ലയേഴ്സ്, ഷൂസ്, ചപ്പൽസ്, സോക്സ്, ആങ്ക്ലെറ്റ്സ്. ഇതിന്റെയൊക്കെ പ്രത്യേകത, ഈ ട്രൗസറിന്റെയും പാൻറിന്റെയും ഒക്കെ പ്രത്യേകത എന്താ? ഇതിനൊക്കെ 2 ഭാഗങ്ങളുണ്ട് അല്ലേ? ഈ പറഞ്ഞേക്കൊക്കെ 2 ഭാഗങ്ങളുണ്ട്. ട്രൗസർ, സ്പെക്സ്. ട്രൗസർ എന്ന് പറഞ്ഞാൽ 2 ഭാഗമുണ്ട്. ഓക്കെ, ഇത് ട്രൗസർ അല്ല പാൻറ്. കുറച്ചിറക്കം കുറച്ച് ട്രൗസർ, പക്ഷെ 2 ഭാഗമുണ്ട്. ഇനി ഇല്ല, നമ്മൾ സ്പെക്സ് എന്ന് പറഞ്ഞ 2 ഭാഗമുണ്ട്. സിസേഴ്സ്, കത്രികയ്ക്ക് 2 ഭാഗമുണ്ട് അല്ലേ? കത്രികയ്ക്ക് 2 ഭാഗമല്ലേ? ഉണ്ട്, 2 പാർട്ടുണ്ട്. 1, 2. അപ്പൊ ഇങ്ങനെ 2 ഭാഗമുള്ള ഇവറ്റങ്ങളെയൊക്കെ കൂടി നമ്മളെപ്പോഴും പ്ലൂറൽ ആയിട്ടാണ് പരിഗണിക്കാറുള്ളത്. ട്രൗസേഴ്സ്, പാൻസ്, ജീൻസ്, പൈജാമ, സ്പെക്ടക്കിൾസ്, ഗോഗിൾസ്, സിസേഴ്സ്, ഷിയേഴ്സ്, കമ്പാസസ്, ബൈനോക്കുലേഴ്സ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ ഇത് അത്ര വലിയ പ്രധാനപ്പെട്ട പോയിന്റ് ഒന്നല്ല. മൈ പാൻസ് 6 എന്ന് പറയണം. ഡർട്ടി. പാൻറ് ഒന്നേ ഉള്ളൂ, കാല് 2 ഉണ്ട്. ഓക്കെ. ഹിസ് സ്പെക്ടക്കിൾസ് വേർ ലോസ്റ്റ്. യപ്പ്. പാൻസ് ഫിറ്റ്. ഇത് ഫിറ്റ്സ് എന്നല്ല, ഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആവും. ഫിറ്റ് പെർഫെക്റ്റ്ലി. അപ്പൊ സിമ്പിൾ പ്രസന്റ് പറഞ്ഞതാ. മൈ ഷൂസ് ആർ small in comparison with my sisters. These trousers are a bit tight around my waist. Binoculars were raised to the distant or across. ഈ പോയിന്റ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രഞ്ജുണ്ണി, സ്റ്റേജിലേക്ക് വാ, ഒന്ന് അക്സെപ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ രേഷ്മ, 2-ൽ ഓക്കെ. ചോദ്യം ചോദിക്കട്ടെ. ചോദ്യത്തിന് ഉത്തരം പറയാൻ ധൈര്യമുള്ളവരുവാ. ഇല്ല, ഞാൻ മേരീനെ തന്നെ പിടിക്കും. താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ റിക്വസ്റ്റ് അയച്ചോ സ്റ്റേജിലേക്ക് വരാൻ. ഈ ചോദ്യത്തിന് ഞാൻ ഇപ്പൊ പറയുന്ന ഈ പോയിന്റുമായി ബന്ധപ്പെട്ടല്ലോ ചോദ്യത്തിന് ഉത്തരം പറയാൻ ധൈര്യമുള്ളവരാരെങ്കിലും ഉണ്ടോ? ഇല്ല, ഉണ്ട്. നമുക്ക് ആദ്യം പറഞ്ഞോ, ചോദിച്ചോ, ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. മേരിയെ, മേരിനെ മാത്രമേ കാണുന്നുള്ളൂ. ഒരു സെക്കൻഡ്. റസീൻ എന്ന് ഒരാൾ പുറത്ത് വന്ന് വിളിച്ചു. 7-8 റൂൾ മിസ്സായി. ബാക്കി റെക്കോർഡ് കണ്ടോളൂ. ആരാ വന്ന് വിളിച്ച? റസീന. ഓക്കെ, മേരി, ഈ പോയിന്റ് എന്താവുന്നു? ഞാൻ പറഞ്ഞ മനസ്സിലായോ? പേഴ്സ് ആയിട്ട് വരുന്നതെല്ലാം പ്ലൂറലാണ്. മനസ്സിലായി. കുറച്ച് ഉദാഹരണം പറയാതിരിക്കത്. പാൻസ്, സ്പെക്ടക്കിൾസ്, സിസേഴ്സ്, ട്രൗസേഴ്സ്, ജീൻസ്, ബൈനോക്കുലേഴ്സ്. പ്ലയർ എന്താ പറയുക? പ്ലയർ അല്ലേ, നമ്മളെ കട്ടിംഗ് പ്ലയർ. പിന്നെ കോമ്പാസസ് എന്ന് പറഞ്ഞാൽ കോമ്പാസസ് നമ്മള് കോമ്പസ് സർക്കിൾ വരയ്ക്കുന്നു. ഗോഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നീന്താനൊക്കെ പോകുമ്പോൾ കണ്ണാടിയാണ്.
ആ തന്നെ. സർ. നീന്താനൊക്കെ ബോംബിടുന്ന കണ്ണട. പിന്നെ അതുപോലെ സർ. സ്കെയിൽസ് എന്താ? സ്കെയിൽസ് സാധാ സ്കെയിൽ ആണോ സർ അതോ? അല്ല, അത് ഒറ്റ ഭാഗമല്ലേ ഉള്ളൂ. ഈ സാധനം സൂചിയൊക്കെ തൂക്കാൻ ഉപയോഗിക്കുന്ന ത്രാസ് ഇല്ലേ? ത്രാസ്. ഓക്കെ, അതാണ്. ഓക്കെ. പിന്നെ ടോങ്സ് എന്ന് പറഞ്ഞാൽ ടോങ്സ് ചവണ. ടോങ്സ് എന്ന് പറഞ്ഞാല് ചവണ എന്ന് പറയാൻ പറ്റുമേ. നമ്മൾ ഈ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന സാധനം. ബേക്കറി. അതന്നെ സാധനം. ഓക്കെ. അപ്പോഴേ ഇതൊക്കെ പ്ലൂറലാന്നാണ് പറഞ്ഞത്. പക്ഷെ ഇതിനെ വേണം സിംഗുലർ ആക്കാം. എപ്പോന്നറിയോ? എ പെയർ ഓഫ് കൂട്ടിയാൽ മതി മുമ്പില്. ഇപ്പൊ സിസേഴ്സ് എന്നുള്ള പെയർ ഓഫ് ഈസ് ബ്ലണ്ട്. സിസേഴ്സ് ഇസ് ബ്ലണ്ട്. എ പെയർ ഓഫ് ഷൂസ് ഈസ്. അപ്പൊ എ പെയർ ഓഫ് ഉണ്ടെങ്കിൽ സംഗതി സിംഗുലർ ആവും കേട്ടോ. അത് നോട്ട് ചെയ്യണം. പരീക്ഷ ചോദ്യം വരുമ്പോ മുമ്പിൽ എ പെയർ ഓഫ് ഉണ്ടോ എന്നുള്ളത് സൂക്ഷിക്കണം. ക്ലിയർ ആയോ? ഓക്കെ. അങ്ങനെയാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞു തരണം. A pair of shoes is found near the scene. Sir, is ആണോ? A pair of shoes is 2023 LDCയുടെ ചോദ്യമാണ്. തൃശ്ശൂര്. Pair of shoes was found near the scene of murder yesterday. A pair of shoes dash found near the scene of murder yesterday. ഇതിൽ എലിമിനേറ്റ് ആദ്യം നമുക്ക് ഓപ്ഷൻ ഏത് ഡിലീറ്റ് ചെയ്യാം? വേറും ആറും. കാരണം അത് രണ്ട് പ്ലൂറൽ ആയിപ്പോയി. ഇതിവിടെ സിംഗുലർ ആയി. വൈ? എ പെയർ എന്ന് വന്നു സർ. എ പെയർ ഓഫ് ഉള്ളത് കൊണ്ട് ഷൂസിനെ നമ്മൾ സിംഗുലർ ആയി പരിഗണിക്കുന്നു. സിസർ എന്ന് പറയില്ല, പാന്റ് എന്നും പറയില്ല, പാൻസ് സിസേഴ്സ് എന്നാണ് വാക്കുകൾ കേട്ടോ. സൂര്യയുടെ ഡൗട്ട്. ഓക്കെ. അപ്പോ ഇനി ഇത് രണ്ടും കൺഫ്യൂഷന് മേരി. അതിൽ നമുക്ക് ഒരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. എങ്ങനെ എത്താൻ പറ്റും? അപ്പൊ എന്തായി? പ്രസന്റ് ആണോ? അല്ല. സംഗതി പാസ്റ്റ് ആണ്. യെസ്, വെരി ഗുഡ്. ഓക്കെ. താങ്ക് യു മേരി. ബൈ. ഇനി നമ്മള് അടുത്ത പോയിന്റ് 11ാമത്തെ റൂളാണ്. ന്യൂസ്, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, വേജസ്, മീൽസ്, സമ്മൺസ്, കുറെ എസ്സുകൾ ഉണ്ട് ഇതിലൊക്കെ അല്ലെ. ഇലക്ട്രോണിക്സ്, എത്തിക്സ്, ഗാലോസ്, സ്റ്റാറ്റിക്സ്, ഇന്നിങ്സ്, ലിംഗ്വിസ്റ്റിക്സ്, ജനറ്റിക്സ്, ഈസ്തെറ്റിക്, എക്കസ്റ്റിക്സ് ആൻഡ് ഫൊണറ്റിക്സ്, മെക്കാനിക്സ്. ഇതിലൊക്കെ കുറെ എസ് ഉണ്ട് എന്ന് എഴുതിയിട്ട് നിങ്ങൾ ഇത് പ്ലൂറലാണ് തെറ്റിദ്ധരിക്കരുത്. സംഗതി ഇതെല്ലാം സിംഗുലർ ആണ്. ദ ന്യൂസ് ഈസ്, ഇത് എപ്പോഴും ചോദിക്കും പരീക്ഷയ്ക്ക്. എക്കണോമിക്സ് ഈസ്, ദ വേജസ് ഓഫ് സിൻ ഈസ്, ജനറ്റിക്സ് ഈസ്. അത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും 29ാമത്തെ ഉത്തരം ഒന്ന് വേഗം ആൻസർ ചെയ്ത് ടൈപ്പ് ചെയ്തേ. 29ാമത്തെ ചോദ്യത്തിന്റെ ദ ന്യൂസ് ഡാഷ് റിയലി ഗോയിങ് ടു ഷേക്ക് ദ ഗവൺമെന്റ് ടു ദ റൂട്ട്സ്. 2013 LDC കാസർഗോഡ് ചോദ്യമാണ്. കാസർഗോട്ടുകാരുണ്ടോ ക്ലാസ്സിൽ ആരെങ്കിലും? എനിബഡി ഈസ് ദേർ ഫ്രം കാസർഗോഡ്? രേഖ പറയുന്നു വാസാണെന്ന്. ഡു പ്ലൂറലാണ്, ആറ് പ്ലൂറലാണ്, വേറെ പ്ലൂറല്ല, ന്യൂസ് സിംഗുലർ ആണ് അല്ലേ. അതുകൊണ്ട് ഒരു ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ ബി. വേറെ ആരും ആൻസർ അടിക്കുന്നില്ലല്ലോ. എന്ത് പറ്റി? വാട്ട് ഹാപ്പൻ? അടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോറി, ഞാൻ കണ്ടില്ല. യെസ്, റൂൾ നമ്പർ 12 പറയാം. പാഠ്യവിഷയങ്ങള്, രോഗങ്ങള്, ഗെയിമുകള്, പുസ്തകങ്ങളുടെ തലക്കെട്ടുകള്, സിനിമകളുടെ പേരുകള് എന്നിവ എല്ലാം ഇപ്പോഴും സിംഗുലർ ആയിരിക്കും. ഫിസിക്സ്, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, സിവിക്സ് ഇതൊക്കെ പഠന വിഷയങ്ങളാണ്, സബ്ജക്ട്സ് ആണ്. രോഗങ്ങള്, മീസിൽസ്, റിക്കറ്റ്സ്, മംസ്, എയ്ഡ്സ് ഇതെല്ലാം സിംഗുലർ ആണ്. ഗെയിംസ്, ബില്യാർഡ്സ്, ക്യാരം, ചെസ് ഗെയിമുകളുടെ പേരുകള്, പുസ്തകങ്ങളുടെ തലക്കെട്ടുകളാണ് ഗോഡ് ഡേയ്സ്, വിങ്സ് ഓഫ് ഫയേഴ്സ്,
ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്. പിന്നെ ഒരു വലിയ ഫേമസ് ആയ ഒരു ബുക്ക് ഉണ്ട് കേട്ടോ, ആരെഴുതിയതാണാവോ, അമ്മു ടു അമ്മ ദ ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് ജയലളിത. ഇത്രയും വലിയ പേരൊക്കെ കൊടുത്തിട്ട് ആരാ ഇങ്ങനത്തെ പുസ്തകമൊക്കെ എഴുതുന്നില്ല, അയാളെ കണ്ടുപിടിക്കണം നമുക്ക്. അമ്മു ആൻഡ് അമ്മ ദ ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് ജയലളിത അല്ലേ ഒരു പുസ്തകത്തിന്റെ പേര്. അപ്പൊ ഇത്രയും വലിയ പേരാന്ന് കരുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്ലൂറൽ ആക്കേണ്ട ആവശ്യമില്ല, എല്ലാം സിംഗിൾ. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അരുന്ധതി റോയുടെ പുസ്തകം അല്ലെ, സിംഗിൾ ആണ്. വിങ്സ് ഓഫ് ഫയർ APJയുടെ പുസ്തകമാണ്. ഗോഡ് ഓഫ് ഡേയ്സ് ആടു ജീവിതം എന്ന് പറയുന്ന ബെന്യാമിന്റെ പുസ്തകമാണ്. ഒക്കെ ക്യാപ്ഷൻസ് എപ്പോഴും തലക്കെട്ടുകൾ, പുസ്തകത്തിന്റെ ആയാലും സിനിമയുടെ ആണെങ്കിലും. ചിൽഡ്രൻസ് ഓഫ് ഹെവൻ ഒരു ഇറാനിയൻ സിനിമയാണ്. ജല്ലിക്കെട്ട് അല്ലെ, ഒക്കെ സിനിമകളാണ്. സിനിമകളുടെ പേരുകളെല്ലാം സിംഗുലർ ആയിരിക്കണം. ഓക്കെ. എക്കണോമിക്സ് ഈസ്, പൊളിറ്റിക്സ് ഈസ്, ക്രിക്കറ്റ് ഈസ്, ഗോഡ് ഡേയ്സ് ഈസ് എ നോവൽ, ജല്ലിക്കെട്ട് ഈസ് എ ഫിലിം ബേസ്ഡ് അല്ലെ. അമ്മു ടു അമ്മ ദ ലൈഫ് ആൻഡ് ടൈംസ് ഓഫ് ജയലളിത ഈസ്. ഓക്കെ. സോ ആതിര ദിവിൻ, ആതിരാവ വരുവിൻ, ആതിര വരുവിൻ, ചോദ്യത്തിന് ഉത്തരം പറയാൻ ധൈര്യമുണ്ടെങ്കിൽ വരുവിൻ. കാണട്ടെ കാണട്ടെ. ഭയങ്കര LP ടീച്ചർമാരാണെന്ന് പറഞ്ഞ് നടക്കും. ചോദ്യത്തിന് പേടിയാണ്, മടിയന്മാര്. ധൈര്യമുള്ള ആരെങ്കിലും ഒരാളുണ്ട്. നമ്മൾ അനുജ അഭിമാനം കാത്തു സൂക്ഷിക്കാൻ വരൂ, രംഗത്ത് വരൂ. വരില്ല, വാശിയാണ്, വാശി. വന്നു. വെരി ഗുഡ്, താങ്ക് യു. രേഷ്മ വേഗം ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ രേഷ്മ. രേഷ്മ ശബ്ദം കേൾക്കുന്നില്ലല്ലോ രേഷ്മന്റെ. പറഞ്ഞ രേഷ്മ. Physics is a branch of science. ഫിസിക്സ് ഡാഷ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്. എന്താണ് ശരി ഉത്തരം? Option B. ഇവിടെ എസ് ഒക്കെ ഉണ്ട് അല്ലേ, അപ്പൊ പ്ലൂറൽ അല്ലേ? സബ്ജക്റ്റ് ആണല്ലേ, അതുകൊണ്ട് ഇത് പ്ലൂറൽ ആണോ? അല്ല സർ, അല്ല. അപ്പൊ നമുക്ക് എ ഒക്കെ വെട്ടിക്കളയാം. ഇനി ഇതിലേതാ പോയിന്റ്? ഒരു പൊതു സത്യമാണ്, അപ്പൊ പിന്നെ പാസ്റ്റ് പറയേണ്ട ആവശ്യമില്ല അല്ലേ. ഫിസിക്സ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്. രേഷ്മ എവിടെയാ സ്ഥലം? കോഴിക്കോട്, വടകര സർ. നേരത്തെ വന്ന രശ്മിയല്ലല്ലോ. രശ്മി അല്ലേ? ഓക്കെ, വെരി ഗുഡ്. വടകര. റിക്കറ്റ്സ് ഡാഷ് ഡെഫിഷ്യൻസി ഡിസീസ്. ഒന്ന് ആൻസർ പറഞ്ഞേ. റിക്കറ്റ്സ് ഈസ് എ ഡെഫിഷ്യൻസി ഡിസീസ്. നിസ എന്തുകൊണ്ട്? റിക്കറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഡിസീസ് ആണ് അല്ലെ, ഒരു രോഗം. രോഗം എപ്പോഴും സിംഗുലർ ആയിരിക്കും അല്ലേ? ഓക്കെ, താങ്ക് യു രശ്മ, താങ്ക്സ് a lot. യെസ്. അപ്പൊ അടുത്ത പോയിന്റിലേക്ക് പോകാം. ഇതെടുത്ത് തീർക്കട്ടെ, എടുത്തങ്ങ് തീർക്കാം കേട്ടോ. വെറുതെ നമുക്ക് കുറെ ദിവസം കളയണ്ട. 50 ദിവസം എന്ന് പറഞ്ഞാൽ മുമ്പ് നമുക്ക് എല്ലാ സിലബസും തീർക്കാൻ പറ്റിയല്ലോ. റൂൾ നമ്പർ 13 കാറ്റില് പീപ്പിള് പോലീസ് ഇതെപ്പോഴും പ്ലൂറലായിരിക്കും. ഈ വാക്കുകൾ സിംഗുലർ ആയി തോന്നുമെങ്കിൽ, ഇത് സിംഗുലർ ആയി തോന്നുമെങ്കിൽ അത് പ്ലൂറൽ ആയിരിക്കും. കാറ്റിൽ ആർ, പീപ്പിൾ വേർ, ദ പോലീസ് ആർ കമ്മിങ്. ഇതിലെ പോലീസ് ആർ കമ്മിങ് എന്ന് പറയുന്നത് പോലീസ് ഈസ് കമ്മിങ് അല്ല, ദ പോലീസ് ആർ കമ്മിങ്. ഇനി ഒരു പോലീസുകാരനെ വേണമെങ്കിൽ ദ പോലീസ് ഈസ് കമ്മിങ്. ഈ ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവരും ടെക്സ്റ്റ് ആയിട്ട് വേഗം ചെയ്തേ നോക്കട്ടെ. ദ പോലീസ് ഡാഷ് നോ ഐഡിയ 2016 ചോദ്യമാണ്. ഹാസ്, ഹാവ്, വിൽ, ഷാൾ. ദ പോലീസ്. വെരി ഗുഡ്, എക്സലന്റ്. ദ പോലീസ് എന്ന് പറയുമ്പോൾ അത് പ്ലൂറൽ ആണ്, അതുകൊണ്ട് ഓപ്ഷൻ ബി ഹാവ്. 33 ദ പോലീസ് ഡാഷ് കമ്മിങ്. 2009 ചോദ്യം കേട്ടോ. അതൊക്കെ എത്ര തവണ ചോദിക്കുന്നത് കണ്ടാ? ചില്ലറ കളിയല്ല. ദ പോലീസ് ഡാഷ് കമ്മിങ്. വെരി ഗുഡ്. എന്താണ്? ആർ കമ്മിങ്. ING ഉണ്ട്. അപ്പൊ ഒന്നുകിൽ ഈസ് അല്ലെങ്കിൽ ആമ അല്ലെങ്കിൽ ആറാണ്, നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ. അതിൽ തന്നെ ഇത് പ്ലൂറലാണ്, ദ പോലീസ്, അതുകൊണ്ട് ആർ കമ്മിങ്. ഇനി റൂൾ നമ്പർ 14 വരികയാണ്. ഡസൻ, 100, 1000, ലാക്ക്. ഇതിന്റെ മുമ്പിലെ
1 or 2, 3, 4 വന്നാൽ അതിൻ്റെ അറ്റത്ത് എസ് കൂട്ടേണ്ട ആവശ്യമില്ല. 2 dozens എന്ന് പറയണ്ട. 2 dozen. I gave him 2 lakhs എന്ന് പറയണ്ട. 2 lakh. അതാണ് റൂൾ. ഡസനും 100, 1000, 2 lakh ഒക്കെ പറയുമ്പോൾ അതിൻ്റെ മുമ്പിൽ 1, 2, 3, 4 എന്ന് ചേർക്കുകയാണെങ്കിൽ, ഒരു സംഖ്യ ചേർക്കുകയാണെങ്കിൽ ലാക്സ്, തൗസൻഡ്സ്, ഹൺഡ്രഡ്സ്, ഡസൻസ് എന്ന് പറയണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, കുഴപ്പമില്ല. ഈ ചോദ്യത്തിന്റെ ഉത്തരം ചെയ്ത് സ്പോട്ട് ദർ പാർട്ട് ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. ഈ തന്നിരിക്കുന്ന സെന്റൻസിനകത്ത് ഒരു എറർ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ആ എറർ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഒന്ന് കണ്ടുപിടിച്ചേ, എറർ ഒന്ന് കണ്ടുപിടിച്ചേ. ആർക്കാണ് എറർ കണ്ടുപിടിക്കാൻ പറ്റുക? ഞാൻ ചിലർക്കൊക്കെ റിക്വസ്റ്റ് അയക്കുന്നുണ്ട്, പറ്റുവാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണേ, സ്റ്റേജിലേക്ക് വരാൻ വേണ്ടിയിട്ട്. സുജി അതിന് ആൻസർ പറയുന്നുണ്ട്. പിന്നെ ആരാ ആൻസർ പറയുന്നത്? The total cost of the project is around Rs 50 lakhs എന്ന് വേണ്ട. അവ ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ഉത്തരം. Rs 50 lakhs. 15ാമത്തെ റൂളിലേക്ക് വരാം. ഗവൺമെന്റ്, ക്യാബിനറ്റ്, ക്രൂ, ടീം, പാർലമെന്റ്, അസംബ്ലി, ഗ്രൂപ്പ്, കമ്മിറ്റി, ഓഡിയൻസ്, ക്രൗഡ്, ജൂറി, പബ്ലിക്, ഫ്ലോക്ക് എറ്റ്സെട്ര. ഇതെല്ലാം കളക്റ്റീവ് നൗൺസ് ആണ്. സിംഗുലർ ആയിട്ട് ഉപയോഗിക്കാം, പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കാം, സിറ്റുവേഷൻ അനുസരിച്ച്. അതെങ്ങനെയാ? ദ ക്യാബിനറ്റ് ഹാസ് മെയ്ഡ് ഇറ്റ് സ്റ്റാൻഡ് ക്ലിയർ. ഇവിടെ ഇറ്റ്സ് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദ ക്യാബിനറ്റ് ഹാവ് മെയ്ഡ് ഇറ്റ് ദയർ സ്റ്റാൻഡ് ക്ലിയർ. ആദ്യത്തേൽ മന്ത്രിസഭ അതിന് എന്താ പറയുക, സ്റ്റാൻഡ്, നിലപാട് വ്യക്തമാക്കി എന്ന് പറയുമ്പോൾ മന്ത്രിസഭ ഒരുമിച്ചിട്ടാണ് അത് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഇസ്. രണ്ടില് ദ ക്യാബിനറ്റ് ഹാവ് മെയ്ഡ് ദർ സ്റ്റാൻഡ്സ് ക്ലിയർ എന്ന് പറയുമ്പോൾ ക്യാബിനറ്റിലെ ഓരോ അംഗങ്ങളും വേറെ വേറെ ആയിരിക്കും ചിലപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവുക. രണ്ടും ശരിയാണ്, രണ്ട് രീതിയിലും എഴുതാം എന്നാണ് പറയുന്നത്, ഒരേ കാര്യം. പക്ഷെ നമുക്ക് പരീക്ഷയ്ക്ക് ഇത് എങ്ങനെ മനസ്സിലാവും പ്ലൂറലാണോ സിംഗുലർ ആണോ എന്നുള്ളത്? ഇവിടെയാ ബ്ലാങ്ക് വരിക. നിങ്ങൾ ഇവിടെ നോക്കിയാൽ മതി. ഇപ്പൊ ഈ ചോദ്യം തരുന്നത് ഇങ്ങനെയായിരിക്കും: ദ ക്യാബിനറ്റ് ഡോഷ് മെയ്ഡ് ഇറ്റ്സ് സ്റ്റാൻഡ് ക്ലിയർ. ഇറ്റ്സ് എന്ന് പറയുമ്പോൾ സിംഗുലർ, അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം? ഹാസ് ആയിരിക്കണം, ഹാവ് വേണ്ട. അപ്പൊ അത് നോക്കിയിട്ട് നമ്മൾ ആൻസർ എഴുതാം. ദ ഫാമിലി ഈസ് ഡ്രൈവിംഗ് അക്രോസ് ദ കൺട്രി ദിസ് സമ്മർ. ഈ വേനൽക്കാലത്ത് രാജ്യം മുഴുവൻ അവർ ഡ്രൈവ് പോവാ. ഫാമിലി ഈസ് ഡ്രൈവിംഗ്. കാരണം ഫാമിലി ഒരുമിച്ചാ പോണത്, അതുകൊണ്ട് ഫാമിലി സിംഗുലറാണ്. എന്നാൽ ദ ഫാമിലി ആർ ഈച്ച് ഡൂയിങ് ഡിഫറെന്റ് ചോർ. ഒരു വീട്ടിലെ പല പണികൾ എല്ലാവരും കൂടെ എടുക്കുകയാണ്. അച്ഛനൊരു പണി എടുക്കുന്നു, അല്ലെ? അച്ഛൻ തുണി അലക്കുന്നു, അമ്മ പേപ്പർ വായിക്കുന്നു, അല്ല തിരിച്ചാണോ സംഭവിക്കുക? ഓക്കെ. മോൻ ചായ ഉണ്ടാക്കുന്നു, മോള് കിടന്നുറങ്ങുന്നു, അല്ലേ? ഓരോരുത്തർ ഓരോ പണിയെടുക്കുന്നത്. അപ്പൊ എല്ലാവരും വേറെ വേറെ പണിയെടുക്കുന്നത് കൊണ്ട് ആർ ഡൂയിങ്, ഫാമിലി ആർ ഡൂയിങ് എന്ന് പറയാം. ഫാമിലി ആർ ഈച്ച് ഡൂയിങ് ഡിഫറെന്റ് ചോർ. ദ കപ്പിൾ ഈറ്റ്സ് ഔട്ട് വൺസ് എ മന്ത്. കപ്പിൾ രണ്ടാളും കൂടെ മാസത്തിലൊരിക്കൽ പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ പോകും. കപ്പിൾ രണ്ടാളും കൂടെ കെട്ടിപ്പിടിച്ചിട്ട് പോകും, അല്ലേ? എങ്ങോട്ടാ പോണത്? ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കപ്പിൾസ് രണ്ടാളും കൂടെ പോവുകയാണ്. പക്ഷെ രണ്ടാളും കൂടെ ജോലിക്ക് പോവുകയാണെങ്കിലോ രണ്ടുപേരുടെ ഓഫീസിലേക്കല്ലേ പോവാ. അപ്പൊ ദ കപ്പിൾ ആർ ഗോയിങ് ടു ദ ഓഫീസ്. ദി കപ്പിൾ ആർ ടേക്കിംഗ് സെപ്പറേറ്റ് കാർസ് ടു വർക്ക് ടു ദി, അങ്ങനെ പറയാം, അല്ലേ ദീപ? യെസ്. ജൂറി ഹാസ് റീച്ച്ഡ് ദ ഡിസിഷൻ. ജൂറി ഒരുമിച്ച് തീരുമാനത്തിലെത്തി. ദ ജൂറി വേർ അലൗഡ് ടു ഗോ ഹോം. പക്ഷെ ജൂറിനെ വീട്ടിലേക്ക് പോകാൻ അനുവദിച്ചു. വീട്ടിലേക്ക് പോകുമ്പോൾ വേറെ പറയല്ലേ പോവാ ജൂറി. എ ലിറ്റിൽ കിറ്റൺ വാസ് ബോൺ ഇൻ ദ ഷെൽട്ടർ. എ ലിറ്റർ ഓഫ് കിറ്റൺ. പൂച്ചക്കുട്ടികളുടെ ഒരു കൂട്ടത്തെ ലിറ്റർ എന്ന് പറയാം. ഒരു കൂട്ടം
എല്ലാവരും ഒരുമിച്ച് പ്രസവിച്ചപ്പോൾ വാസ് ബോൺ. എ ലിറ്റർ ഓഫ് കിറ്റൺ ഹാവ് ബീൻ റണ്ണിങ്. അവർ ഓടിക്കളിക്കുമ്പോൾ വേറെ ആയിട്ട് ഓടിക്കളിക്കുക. അപ്പോൾ ലിറ്റർ ഓഫ് കിറ്റൺസ് ഹാവ് ബീൻ റണ്ണിങ് എന്ന് ഉപയോഗിക്കും. കാര്യം നിങ്ങൾക്ക് പിടിയിട്ടെന്ന് വിചാരിക്കുന്നു. ദ ജൂറി ഡാഷ് ഡിവൈഡഡ് ഇൻ ദെയർ ഒപ്പീനിയൻ. 35ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഒന്ന് ഉത്തരം ചെയ്തെന്ന് നോക്കട്ടെ. ആർക്ക് സാധ്യമാണ് ഉത്തരം ചെയ്യാൻ? അശ്വതിയെ ഒന്ന് ഉത്തരം പറഞ്ഞു കൊടുക്ക. അശ്വതി ഇതാ ആ സൂര്യക്ക് ഒന്നും ഉത്തരം അറിയില്ല എന്നാ പറയുന്നത്. സൂര്യക്ക് അറിയോ? അറിയും. ഓക്കെ. മൂസിനെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യും. ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട്. മൂസി വന്നിട്ടുണ്ട്. മൂസിന് അറിയാമെന്നോ ചോദിച്ചു നോക്കാം നമുക്ക് ഇതിന്റെ ഉത്തരം. മൂസിന് ഏതാ? സൂര്യക്ക് ഒന്നും ഉത്തരം അറിയില്ല. സൂര്യൊക്കെ പെട്ട് കിടക്കുകയാണ്. ഇതിന്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിച്ചു കൊടുക്കണം. മൂസിന്റെ മൈക്കോണല്ലേ? ഒന്നും കേൾക്കുന്നില്ല. ഓക്കെ. The jury dash divided in their opinion. മൂസിന്റെ ശബ്ദം കേൾക്കാത്തത് കൊണ്ട് നമുക്ക് അടുത്ത ആളിലേക്ക് കൈമാറേണ്ടതായിട്ട് വന്നേക്കും. മൂസിനെ ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഇതിന്റെ ഉത്തരം ഒന്ന് പറയോ? ഇറ്റ്സ് ഓക്കെ. ആൻസർ എന്താ? വേറാണോ? ജൂറി വേർ. എന്തുകൊണ്ടാണ്? ശരിക്കും പേര് മുഹ്സിന അല്ല, മുഹ്സിനാണ്. അത് അങ്ങനെ വന്ന് പേര് ശരിക്കും എന്താ? മുഹ്സിന. മുഹ്സിന. ഇവിടെ എന്തുകൊണ്ടാണ് മുഹ്സിന അങ്ങനെ ചിന്തിച്ചത് വേറാണ് ഉത്തരം എന്നുള്ളത്? ജൂറി എന്നുള്ളത് ഒരു ജൂറിനെ നമുക്ക് സിംഗുലർ ആയിട്ട് ഉപയോഗിക്കാം, പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കാം. പക്ഷെ ഇവിടെ ഒരു ക്ലൂ ഉണ്ട്. എന്താ ക്ലൂ? ദയർ പ്ലൂറലാണ് അല്ലേ? ഇവിടെ ഇറ്റ്സ് എന്നാണ് കൊടുത്തിരുന്നെങ്കിൽ നമ്മളിവിടെ സിംഗുലർ വാസ് എഴുതേണ്ടതായിട്ട് വരുമായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത ഇതിന്റെ ഒന്ന് ആൻസർ ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഒന്ന് വായിച്ചു നോക്ക് മൂസിന. Fill in the blanks with the correct verb for choosing it from the alternatives given. The jury dash given unanimous verdict of not guilty. ഇത് 2015 ചോദിച്ച ചോദ്യം. ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ചാറ്റിൽ മൂസിന ഇവിടെ ആൻസർ പറഞ്ഞോളൂ. സൂര്യ പറയുന്ന ഓപ്ഷൻ സി ആണ്. അനു പറയുന്നു ഹാസ് ആണ്. സി അല്ലേ? പിന്നെ എന്താ മൂസിനയുടെ അഭിപ്രായം എന്താ? ആദരയും പറയുന്നു സി ആണെന്ന്. മൂസിനെ പറഞ്ഞോ. ജൂറിനെ സിംഗിൾ ആയിട്ടും പ്ലൂർ ആയിട്ടും ഉപയോഗിക്കാം. അപ്പൊ ഇസ് ആണോ, ഹാസ് ആണോ, ഹാവ് ആണോ, വാസ് ആണോ? കിട്ടുന്നില്ല മൂസിന? യുനാനിമസ് വേർഡിക്ട്. യുനാനിമസ് ഉണ്ട്. എല്ലാവരും കൂടെ ഒരുമിച്ച് യുനാനിമസ്, ഐക്യകണ്ഠേന. അപ്പൊ എന്തായിരിക്കും സിംഗുലർ ആണെന്ന് ഉറപ്പായി. യുനാനിമസ് ഒരുമിച്ചാ തീരുമാനം എടുത്തിട്ടുള്ളത് അല്ലെ? യുനാനിമസ് വേർഡിക്ട് ഓഫ് നോട്ട് ഗിൽറ്റി, അയാൾ കുറ്റവാളിയല്ല എന്ന വിധി ഒരുമിച്ച് യുനാനിമസ് ആയിട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇത് സിംഗുലർ ആണെന്ന് ഉറപ്പിക്കാം. ആദ്യം തന്നെ ഡി വെട്ടിക്കളയാം. ഇനി ഇത് മൂന്നും സിംഗുലർ ആണ്. ഇതിലേത് എന്നുള്ളതാണ് പ്രശ്നം. അതിനൊരു ക്ലൂ ഉണ്ട്. ഗിവൺ ഒരു V3 ആണ്. അതുകൊണ്ട് V3 വന്നതുകൊണ്ട് നമുക്ക് ഹാസോ ഹാവോ ആണ് വരിക. ഓക്കെ, താങ്ക് യു, താങ്ക്സ് എ ലോട്ട് മുസിന. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ക്ലാസ് തീർക്കാന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ തീർക്കുന്നില്ല. ഇതിന്റെ ബാക്കി നാളെ എടുക്കാം.